സംസ്ഥാനത്ത് തന്നെ വലിയ ചർച്ചയായ മണ്ഡലങ്ങളിലൊന്നാണ് കൊട്ടാരക്കര. 15 വർഷക്കാലം ഇവിടെ MLA ആയിരുന്ന ആയിഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ധനമന്ത്രിക്കെതിരെയാണ് മത്സരിക്കുന്നത്. വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു ബന്ധം കൂടിയുണ്ട്. എന്താണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFിനോട് ഒപ്പം നിൽക്കണം എന്നാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ 10-20 വർഷത്തിലധികം ജനപ്രതിനിധിയായിരുന്നപ്പോൾ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കെടുക്കുകയും നാട്ടിലെ വികസന പ്രവർത്തനം ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാനുള്ളത് 100 കണക്കിനാണുള്ളത്. പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും VS ചന്ദ്രൻ്റെ കാലത്തായാലും നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുറക്കം വെച്ച ആൾക്കാരാണ് കോൺഗ്രസ്സുകാരെന്നാണ് ആരോപണം. അവർക്കൊപ്പം പോകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യവും കെ ബാലഗോപാൽ ഉന്നയിക്കുന്നുണ്ട്. അയ്യോ, അത് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. കാരണം ഏത് കാര്യങ്ങൾ എതിർഭാഗത്ത് ചെയ്താലും അതെല്ലാം തെറ്റും. അത് തിരിച്ച് ഭരണത്തിലിരിക്കുന്നവർ അല്ലെ എന്നെ ആക്ഷേപിക്കുന്നവർ ചെയ്യുന്നതെല്ലാം ശരി. സരിൻ കോൺഗ്രസ്സിലിരുന്ന ആളാണ്. സ്ഥാനാർത്ഥിയാവാതിരുന്നത് കൊണ്ട് ഇപ്പുറത്ത് വന്നു, അപ്പോഴേ സ്ഥാനാർത്ഥിയാക്കി, പിന്നെ സ്വീകരിച്ചു. അതിനൊരു നയം. തിരിച്ചിവിടുന്ന ഒരാൾ അങ്ങോട്ട് പോയാൽ മറ്റൊരു നയം. അത് അത്രേ പറയുന്നുള്ളൂ. അധികാരമോഹമെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, അവർ ഇത്രയും മനസ്സ് അത്രയും ഒരു ഹാർഡാവരുത്. അവരെല്ലാം ഞാൻ ബാലഗോപാൽ സഖാവിന് വേണ്ടി അന്ന് ജയിപ്പിക്കണമെന്ന് പറഞ്ഞ ഇട്ട വീഡിയോ നിങ്ങളൊന്ന് കാണുക. എത്ര ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മാറിയപ്പം പ്രവർത്തിച്ചതിൻ്റെ തെളിവ് അവർ തന്നെ തരുന്നുണ്ട്, ഇപ്പോഴും ഇടുന്നുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് അധികാരമോഹമുള്ളൊരു വ്യക്തിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? MLA അല്ലാതായിട്ടും പാർട്ടി പ്രവർത്തനങ്ങളിൽ 2023 വരെ ഞാൻ പ്രവർത്തിച്ചു. ഇത് ഈ നാട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പാർട്ടിക്കാർക്കും അറിയാം. അതായത് മുഖ്യമന്ത്രി പോലും തുടർച്ചയായിട്ട് ഇത്രയും ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചിട്ടില്ല. അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം തന്നിട്ടും പാർട്ടി വിട്ടുപോയി എന്നുള്ള ഒരു പരിഭവമാണ് പറയുന്നത്. മത്സരിക്കണം എന്നാന്ന് പറഞ്ഞോ? ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയല്ലേ പ്രവർത്തിച്ചത്. അപ്പം നമ്മളെന്ന് ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഇനി ആരും അറിയരുത്. മോഹം ഒട്ടും ഇല്ലാത്ത ആളാണോ മുഖ്യമന്ത്രി? രണ്ടാമത് വന്നപ്പോഴും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് എന്തുകൊണ്ടാണ് വിചാരിച്ചത്? ഇരിക്കുന്നവരെയെല്ലാം മാറ്റണമെന്നും പുതിയ ആളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചു? സാധാരണ പ്രചാരണം പോലെ ഇറങ്ങുന്ന അത് അനൗൺസ്മെന്റ് വന്നിട്ട് സ്ഥാനാർത്ഥി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഔദ്യോഗികമായിട്ട് ഇറങ്ങി. ഇപ്പം നമ്മൾ നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇത് പണ്ടുള്ളതല്ലേ. MLA ആയിരിക്കുമ്പോഴേ ഞാനിങ്ങനെയാണല്ലോ. എനിക്ക് പുതിയൊരു മുഖമൊന്നുമില്ല. അപ്പം എല്ലാവിധ വിജയാശംസകളും. ജനങ്ങൾ തന്നെ തിരിച്ചറിയും, ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യും, കോൺഗ്രസിനും UDFിനും വോട്ട് ചെയ്യും എന്നുള്ളതാണ്. ആ വിശ്വാസമാണ് ആയിഷ പോറ്റിക്കുള്ളത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.